അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നുള്ളത് തലശ്ശേരിയിലാണ് കേട്ടോ. നമ്മളെ കണ്ണൂർ തലശ്ശേരി അല്ല, പാലക്കാട് തൃശ്ശൂർ ബോർഡറിലുള്ള തലശ്ശേരി, തൃശ്ശൂർ ജില്ലയിലാണ് തലശ്ശേരി. ഇവിടെയുള്ള വലിയൊരു ടാങ്കിലാണ് നമ്മളിന്ന് മീനെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഉണ്ണി അവിടെ മീനെ പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ സൈസല്ലേ കൂടുതൽ, തേർഡും ഫോർത്തും കൂടുതൽ. ഉണ്ണി ഇവിടെ തന്നെ ഗ്രേഡ് ചെയ്ത് മാറ്റിട്ടുണ്ട്. ഈ വലിപ്പമുള്ള അത്യാവശ്യം ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്തുണ്ട്. അപ്പോൾ മച്ചാവരെ, നമ്മളിതാ വന്നിട്ടുള്ളത് പാലക്കാട് തലശ്ശേരി അല്ലേ, തൃശ്ശൂർ ജില്ലയിൽ തലശ്ശേരി. ഈ കാണുന്ന ഒരു വലിയ ടാങ്ക്, അതേപോലെ ഇതിൻ്റെ അപ്പുറത്ത് വേറെ ടാങ്ക് ഉണ്ട്. ഈ രണ്ട് ടാങ്കുകൾ പിടിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്താ വെള്ളം ഏകദേശം വറ്റി അടിയിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം മീനുകളുണ്ട് ഇല്ലുണ്ണിയാ ഇതില്. കിടക്കണ കാണുന്ന കണ്ടോട്ടെ, അങ്ങോട്ട് നോക്കടാ. അതെ, അങ്ങോട്ട് നോക്കടാ, മീനുകൾ കിടക്കണുണ്ടോ? അതിനപ്പുറത്തോട്ട് നമ്മളൊരു ബ്രോ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നത്, ഒരു ആയോട്. അപ്പോൾ നമുക്ക് ഈ കുളം ഏതാണ് ആദ്യം ഇത് പിടിക്കല്ലേ? ആദ്യം അത് പിടിച്ചതാണ് ഇപ്പൊ ഞാനിത്. ഈ ബാക്കി പാടിയും കുറച്ചും പാടി ഉണ്ടായില്ലേ, അതിൽ കുറച്ച് സൈസുള്ള ഉണ്ടായില്ലേ. അപ്പൊ തന്നെ തൊക്കെപ്പാടി എങ്ങനെ അവിടെ റെഡി ആയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ട്. അവിടെ റെഡിയാണ്, അവര് ഫുഡ് കഴിക്കല് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് വരാണ്ട് ചെക്കന്മാര് ഫുഡ് കഴിക്കാനുണ്ട്. അതെ, അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോരല് തുടങ്ങും കേട്ടോ. ഏകദേശം ഒരു ഒന്നിൻ്റെ അടുത്ത് സൈസ് കുറവാ. 80 താഴ്ത്തിട്ടുണ്ടോ? വലുതുണ്ടായില് ചെറുതല്ലേ? ബുദ്ധിമുട്ട കഴിഞ്ഞിട്ടില്ല ഫുഡ് കഴിക്കാല്ലേ? രാവിലെ തുടങ്ങിയ പണിയാവൂലേ? ഇന്നലെ 5 മണി. ബ്രോ പേരെന്താണ്? ഇവരെല്ലാവരും കൂടിയാണ് ഈ കുളം അങ്ങനെ ആക്കിയത് അല്ലേ? കുറേ പണിയെടുത്ത്. ഈ പണിക്ക് എന്താ പറയുക, വിശപ്പ് ദാഹം ഇതൊന്നും ഉണ്ടാവില്ല. ഈ പണി തന്നെ പണി. മീനിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ, മീനിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പണിയാണ് തുടങ്ങിയ പണി തന്നെ പണി. തീരുമാനമാവാതെ ഫുഡും ഇല്ല, ഒന്നുമില്ല. ആ വെള്ളത്തോർത്തുണ്ടൊക്കെ ആകെ ആയി. ഉണ്ണി അതൊന്നും പോരണ്ട, ഇതൊന്നും പോരി കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ കോരെടുത്താൽ കിട്ടാലേ ലോഡും കൂടും. ഡ്രം എടുത്തു വാടാ. ഇതിലുള്ള വിൽക്കാൻ എടുത്തോണ്ടിരിക്കുക. വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. ഒന്നും പോലെ എടുക്കാണത്. ഇതല്ലേ ഇങ്ങോട്ടാണ് മുട്ടിലാഞ്ഞ്. എല്ലാ ഡ്രമ്മിലേ ഒരു കാഭാഗം വെക്ക്. പുതിയ
രാത്രി കൂമ ഇറങ്ങലുണ്ട് ബ്രോ? രാത്രി കൂമേനെ ഇറങ്ങോ? കാരണം ഇതിൻ്റെ വല ഫുള്ള് ഓപ്പൺ ആയിരുന്നു കേട്ടോ. വല മൊത്തം പോയതുകൊണ്ട് തന്നെ രാത്രി കൂമേനെ ഇറങ്ങിയിട്ട് ഇതൊന്ന് മീനെ പിടിച്ചിട്ട് കരക്കത്തിട്ടിട്ട് തിന്നും. ഇതുകൊണ്ടിയാ വൃത്തികെട്ടവൻ. ഇറക്കിക്കോ. കൂമന് അതുപോലെ പരുന്ത്, വെള്ളാടി എല്ലാവരും റാഞ്ചു. പിന്നെ സുഖല്ലേ ഓൽക്ക്. അതെ, വേറെ ജന്തുക്കളൊന്നും ഇല്ലല്ലോ, ഓൽക്ക് സുഖമായിട്ട് പിടിച്ചിട്ട് ഈ ഒരു മീൻ മാത്രമല്ലേ ഉള്ളൂ ഇതില്. അതും ഇഷ്ടം പോലെ അല്ലേ. കാരണം വല മൊത്തം ഓപ്പൺ ആണേ, അപ്പോൾ മീനുകൾക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. നമ്മൾ പിടിക്കുമ്പോഴാണ് ബൽക്ക് കുന്തളിപ്പ്. കൂമന് മറ്റുള്ളവർ പിടിക്കുമ്പോൾ ബൽക്ക് ഒരു കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരാൽ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളിതാ പാലക്കാട് തലശ്ശേരിയിലാണ്, തൃശ്ശൂർ തലശ്ശേരി. നിങ്ങളുടെ വരാൽ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സൈസ് നോക്കി നോക്ക്. മീനുകളൊക്കെ ഈ വലിയൊരു പടുതാക്കുളമാണിത്. ഈ പടുതാക്കുളത്തിലുള്ള മീനുകളൊക്കെ ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതിലുള്ള രണ്ടാമത്തെ ലോഡാണ് ഇപ്പോൾ നമ്മൾ വയ്ക്കുന്നത്. ഇനി ഇത്രയും മീനുകൾ ഈ ടാങ്കിലുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ടാങ്ക് അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മളെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീനെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വെള്ളത്തിൽ മീൻ കാണിക്കണം. കുറച്ചല്ലേ, കുറച്ചധികം ഉണ്ടല്ലോ ബ്രോ, കുറച്ചധികം വേസ്റ്റാണ്. ചെക്കന്മാരാണ്. ഇതിനോട് വെറുതെ എത്തിക്കാണ്, ഇതിനോട് വെറുതെ എത്തിക്കാം.
കണക്കപ്പള്ളിയാണ്. എന്താ ഇവിടെ പണിയുണ്ട് ഇവിടെ പണിയുള്ളാണ് കണക്ക് വെച്ചേക്കണ എന്താ പറഞ്ഞ ചെക്കൻ പറഞ്ഞ മതി ഇടാ ഏതാ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു ടണ്ണോളം മീനാണ് കേട്ടോ ലോഡാക്കിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വരാൽ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി മീൻ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഞങ്ങളതിനെ തിരിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിൽപ്പനയ്ക്ക് മറ്റ് ലോക്കൽ മാർക്കറ്റുകളൊന്നും തേടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തന്നെ നിങ്ങളുടെ സ്പോട്ടിൽ വന്നിട്ട് മീനെടുക്കും. നിങ്ങൾ മാക്സിമം വളർത്തി വലുതാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം. അതിനനുസരിച്ച് മീൻ അത്യാവശ്യം വളർത്തി വലുതാക്കിയാൽ മാത്രം മതിട്ടാണ്. അപ്പോൾ നമ്മളെ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും വലിയ മീൻ എടുക്കാനുണ്ടെങ്കിലും ഒക്കെ ഞങ്ങളെ ഇപ്പം തന്നെ വിളിച്ചോളൂ കേട്ടോ.